ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ പി എസ് സിക്ക് പഠിക്കുന്ന ആൾക്കാർ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല എഴുതുന്നത്. ഞാൻ എങ്ങനെയാണ് നോട്ട്സ് എഴുതുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ നോട്ട്സാണ് എൻ്റെ. ഇതിലൊരു ടോപ്പിക് എടുത്തിട്ട് ടെൻസ് അതിപ്പം ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് കണ്ട് നോട്ട്സ് എഴുതി ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നത് ഞാനിങ്ങനെ അണ്ടർലൈൻ ചെയ്യും. പിന്നെ എനിക്ക് കളറ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നമുക്കത് മൈൻഡിൽ പെട്ടെന്ന് കാണാനും പിന്നെ നോട്ട്സ് എടുത്ത് പിന്നെയാണെങ്കിലും നോക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. നല്ല കളറൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയാണ് ഞാൻ നോട്ട്സ് സാധാരണ എഴുതാറ് എല്ലാത്തിലും. പൊതുവെ എനിക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകളിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ വേണ്ടി ഞാനിതുപോലെ കളർ ചെയ്യാറുണ്ട്. അടുത്തത് മലയാളം. ഇതുപോലെ ഏതെങ്കിലും ഒരു ഹോട്ട് ടോപ്പിക്സ് എടുക്കും, എന്നിട്ട് അതിൻ്റെ നോട്ട്സ് വായിക്കും. അതായത് ഇപ്പോൾ ഗൈഡിലാണെങ്കിൽ അതിൻ്റെ നോട്ട്സ് വായിക്കും. അതിന് യൂട്യൂബിൽ ക്ലാസ്സസ് കാണും. അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാനിങ്ങനെ ബുക്കിലെഴുതും. എന്നിട്ടാണ് ഞാൻ വായിക്കുക. പിന്നെ ആ ബുക്കാണ് ഞാൻ എടുത്ത് റിവിഷൻ ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കുമ്പം നമുക്ക് പെട്ടെന്ന് കാണാനും പഠിക്കാനൊക്കെ ആയിട്ട് താല്പര്യം വരാനൊക്കെ ആയിട്ട് ഇതുപോലെ ഓരോരോ കുഞ്ഞു സ്കെച്ചിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഓരോരോ കളറിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്കിങ്ങനെ എക്സാമിന് വരുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്കത് ഓർമ്മ വരും. റിവിഷൻ ചെയ്യുമ്പം നമുക്കത് ഓർമ്മ വരും. ഇങ്ങനെയാണ് ഞാൻ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണ് എനിക്ക് ഇംഗ്ലീഷിനോടൊരു താല്പര്യം വന്നു തുടങ്ങിയത്. ഇത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ടിപ്പാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ ഇതുകൊണ്ട്, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. ആദ്യമായിട്ട് പി എസ് സിക്ക് പഠിക്കുന്ന ആളെന്ന നിലയിൽ കുറച്ച് നാൾ പഠിച്ചിട്ടുണ്ട്, എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇങ്ങനെ നോട്ട് എഴുതുന്നത് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ചെയ്യും. എഴുതി പഠിക്കാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് എഴുതി നോക്കൂ കേട്ടോ. കാരണം എഴുതുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാൻ എഴുതി പഠിക്കുന്ന ഒരാളാണ്. ഇതുപോലെ എല്ലാ സബ്ജക്റ്റും ഇതുപോലെ ഇങ്ങനെ പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് എഴുതി മാർക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്കൊരു താല്പര്യം ഉണ്ടാകും, കാണാനൊരു ഭംഗി ഉണ്ടാകും. നല്ല വൃത്തിക്ക് ഇരിക്കുമ്പോഴത്തേക്കും പഠിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. നമ്മൾ പഠിക്കുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് നീറ്റായിട്ടിരിക്കുമ്പോൾ, ചിലർക്ക് അങ്ങനെയാണ്, നീറ്റാക്കി വെക്കുമ്പോഴാണ് നമുക്ക് പഠിക്കാനൊരു താല്പര്യമൊക്കെ ഉണ്ടാവണേ. ഇതൊക്കെ ഹോട്ട് ടോപ്പിക്സാണ്. ഇതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. ഇതൊക്കെ 10th കഴിഞ്ഞ ദിവസം ഡിഗ്രി പ്രിലിംസിന് ഈ 9ാം ക്ലാസ്സിലെ പുസ്തകത്തിനകത്ത് നിന്ന് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ആ പാഠം എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഞാൻ നോട്ട്സ് എഴുതാനൊക്കെ യൂസ് ചെയ്യുന്നത് LDCയുടെ ഈ റാങ്ക് ഫയലാണ്. 2024 പബ്ലിഷ് ചെയ്ത ടാലൻറ്റിൻ്റെ റാങ്ക് ഫയലാണിത്. ഇതിന് 4 വോളിയുണ്ട്. നമ്മൾ ഹോട്ട് ടോപ്പിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ട് ഗൈഡ് നോക്കിയിട്ടാണ് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഗൈഡ് നോക്കിയിട്ടും യൂട്യൂബിലെ ക്ലാസ്സസ് നോക്കിയിട്ടുമാണ് നോട്ട്സ് എഴുതുന്നത്. അപ്പോൾ നമുക്കിനി എക്സ്ട്രാ എന്തെങ്കിലും പോയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എഴുതുന്ന ബുക്കിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യാറ്. എപ്പോഴും പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരുടെ കയ്യിലും എന്തായാലും ഒരു റാങ്ക് ഫയൽ കാണും. റാങ്ക് ഫയൽ വേണം, കാരണം നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതിൻ്റെ എല്ലാം നോട്ട്സ്, ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് നമുക്ക് വേറെ സോഴ്സ് കിട്ടാനില്ല. പിന്നെ ക്ലാസ്സസ് നോക്കിയും പഠിക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞത് ഗൈഡ് ഉണ്ടെങ്കിൽ നല്ലതാണെന്നാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗൈഡ് പോലത്തെ LDCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ഒരു ബുക്കാണ്. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ്. ഇതിനകത്ത് NCERTയും HCERTയുടെയും ഒക്കെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഡീറ്റെയിൽസ് ആയിട്ടും ഉണ്ട്. പിന്നെ അടുത്തിടെ ഇറങ്ങിയ എക്സാംസും അതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസറും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് ഇതിനകത്ത് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. അപ്പം എന്തായാലും ഇങ്ങനൊരു ഗൈഡ് നമുക്ക് കൈവശം ഉള്ളത് നല്ലതാണ്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ നമുക്ക് ഹോട്ട് ടോപ്പിക്സ് എവിടെ നിന്നൊക്കെയാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയായിരിക്കും പിന്നീടും ആവർത്തിക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ് നമ്മൾ PSC പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് PSCക്ക് വേണ്ടി നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ഗൈഡും ടെക്സ്റ്റും ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ പഠനം ഇൻട്രസ്റ്റ് ആക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.